പിന്നെ രണ്ട് പോയിൻറ്റ്സ് ഉണ്ട്, എയും ബിയും. എ എന്ന് പറയുന്ന പോയിൻറ്റിലേക്ക് ബി എന്ന് പറയുന്ന പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 192 കിലോമീറ്ററാണ്. ഒന്നാമത്തെ ആൾ അനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 8:20 രണ്ടാമത്തെ ആൾ തിരത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് 9:50 അപ്പോൾ അനിൽ 8:20 മുതൽ 9:50 വരെയുള്ള സമയത്ത് അനിൽ മാത്രമാണ് മൂവ് ചെയ്യുന്നത് പറയുമ്പോൾ 1 hour and 30 minutes അല്ലെങ്കിൽ 1.5 hours അനിൽ മാത്രമാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അനിലിൻ്റെ സ്പീഡ് നമുക്കറിയാം 64 ആണെങ്കിൽ 1.5 hours 96 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും. ശരി, അനിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു 96 കിലോമീറ്ററിൽ എത്തിച്ചേർന്നു. ഈ സമയത്താണ് ഇനി തിരത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അനിൽ ബിയിലേക്ക് എത്തി റിവേഴ്സ് വരും, തിരത്ത് എന്ന് ബിയിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അനിലിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 64ഉം തിരത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 96ഉമാണ്. അപ്പോൾ 16 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 4:2 അല്ലെങ്കിൽ 32 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 2:3 ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ അനിൽ എന്ത് ചെയ്യാണ്, ഇപ്പോൾ എത്തിയിരിക്കുന്ന മൊമെൻറ്റിൽ നിന്ന് ബി വരെ മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ബി വരെ മൂവ് ചെയ്യാനുള്ള ഡിസ്റ്റൻസ് 96 ആണ്. അപ്പോൾ അനിലിൻ്റെ സ്പീഡിൻ്റെ പകുതിയും കൂടെ സ്പീഡുണ്ട് തിരത്തിന്. അപ്പോൾ അനിലിന് ഇനി ഒരു പകുതി പോകണമെങ്കിൽ തിരത്ത് ആ സമയം കൊണ്ട് ഇത്രയും കവർ ചെയ്തിട്ടുണ്ടാവും. അനിലിനെ മീറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ എന്ത് ചെയ്യാണ്, ഇപ്പോൾ അനിൽ ബിയിലാണ് നിൽക്കുന്നതെങ്കിൽ അനിൽ റിവേഴ്സ് വരും. ഓക്കെ, അനിൽ റിവേഴ്സ് വരുമ്പോൾ ആ സമയത്ത് ഇയാളും തിരത്തും വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇവിടെ വെച്ചിട്ടായിരിക്കും മീറ്റ് ചെയ്യുക. ഇത് ഒരു അപ്രോക്സിമേഷൻ പറയുന്നതാണ് കേട്ടോ. സോ ഒന്നുകൂടെ പറയാം, അനിൽ ആദ്യത്തെ 1.5 മണിക്കൂറിൽ 96 ഇനി അനിലിന് എന്ത് ചെയ്യണം, ബാക്കി ഡിസ്റ്റൻസും കൂടെ കവർ ചെയ്ത് ബിയിലെത്തണം. ആ ബിയിലെത്തുന്ന സമയം കൊണ്ട് തിരത്ത് ബിയിലെത്തൂല, പക്ഷേ ഇൻബിറ്റ്വീനോടേക്ക് എത്തിയിട്ടുണ്ടാവും. ഇനി അനിൽ എന്ത് ചെയ്യാണ്, റിവേഴ്സ് വരികയാണ്. അനിൽ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ വിചാരിച്ചോളൂ. ആ മൂവ് ചെയ്യുന്ന സമയത്ത് തിരത്ത് മൂവിങ് ആയിരിക്കും. സോ തിരത്ത് എവിടെ വെച്ച് മീറ്റ് ചെയ്യും. സോ ഇവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർ കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് നോക്കുകയാണ്. ഇപ്പോൾ 96 കിലോമീറ്റർ കവർ ചെയ്ത് കഴിയുമ്പോഴുള്ള സമയം എന്ന് പറയുന്നത് 9:50. ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ടുപേരും കൂടി സഞ്ചരിക്കേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യണം. ആൻഡ് അതേ സമയത്ത് തന്നെ ഇത്രയും ഡിസ്റ്റൻസും കവർ ചെയ്യണം. രണ്ടുപേരുടെയും കൂടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. സോ അനിൽ 9:50 കഴിഞ്ഞാൽ അനിലും തിരത്തും മൂവിങ് ആണ്. സോ ആ ഒരു സമയം കൊണ്ട് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈ ഇപ്പം വരയ്ക്കുന്ന ഈ വൈറ്റ് ലൈനാണ് അവിടെ കവർ ചെയ്യേണ്ട ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. രണ്ടുപേരും കൂടി കവർ ചെയ്യേണ്ട റിലേറ്റീവ് ഡിസ്റ്റൻസ്. അതിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 192 കിലോമീറ്റർ ഉണ്ടാവും. ഈ താഴത്തുള്ള ഏരിയ എന്ന് പറയുന്നത് 192 കിലോമീറ്ററിൽ 96 ഓൾറെഡി കവർ ചെയ്താണ്, ബാക്കി 96 ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 9:50 മുതൽ കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 192 + 96 ആയിരിക്കും. സോ എത്രയാണ്, 288 കിലോമീറ്റർ കവർ ചെയ്യണം. ഇത് കവർ ചെയ്യുന്നത് അനിലും തിരത്തും കൂടിയാണ്. അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ സ്പീഡ് എന്ന് പറയുന്നത് 96 ആണ് ഒരാളുടെ സ്പീഡെങ്കിൽ, രണ്ടാമത്തെ ആളുടെ സ്പീഡ് 64 ആണ്. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് 160 ആണ് കിട്ടും. സോ അവർക്ക് വേണ്ട സമയം എന്ന് പറയുന്നത് 288 ഡിവൈഡഡ് ബൈ 160 hours ആയിരിക്കും. സോ 32 ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 5 വരും, ഇവിടെ എത്രയാണ്, 9 വരും. അപ്പോൾ 9/5 hours എന്ന് പറയുമ്പോൾ 1 and 4/5 hours or 1 hour and 48 minutes. സോ 9:50 മുതൽ 1 മണിക്കൂർ 10:50, പിന്നെ ഒരു 48 മിനിറ്റ് 11:38. അപ്പോൾ അവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 11:38 ആയിരിക്കും.